വഴി നടന്ന് ജയിലിലായ BJP കൗൺസിലറെ ഒരടി പോലും പുറത്തിറക്കില്ലെന്ന കടും പിടുത്തത്തിലാണ് സംസ്ഥാന സർക്കാർ. ദൈവനാമത്തിൽ ചൊല്ലി സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കിയതോടെ പ്രതിസന്ധിയിലായ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ സുഗതന് സത്യപ്രതിജ്ഞയ്ക്കായി താൽക്കാലിക മോചനം പോലും അനുവദിക്കില്ലെന്ന രാഷ്ട്രീയവും നിയമപരവുമായ ശക്തമായ നിലപാടാണ് സർക്കാർ എടുത്തിട്ടുള്ളത്. ജയിലിനുള്ളിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാമെങ്കിൽ ചെയ്യാം, അല്ലാതെ പുറത്തേക്ക് ഒരു ചുവട് പോലും വെക്കാൻ അനുവദിക്കില്ലെന്ന സർക്കാരിന്റെ ഈ കടുത്ത നിലപാട് ഹൈക്കോടതിയിലെത്തുമ്പോൾ രാഷ്ട്രീയ പോര് പുതിയ തലത്തിലേക്ക് നീക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലറായ സുഗതൻ കാപ്പ നിയമപ്രകാരം തടവിൽ കഴിയുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ വിയ്യൂർ ജയിലിൽ തന്നെ നടത്താൻ കഴിയുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. ഇതിനായി ജയിലിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാമെന്നും നിലവിലെ ചട്ടങ്ങൾ പ്രകാരം ജയിലിൽ സത്യപ്രതിജ്ഞ നടത്തുന്നതിന് നിയമപരമായ തടസ്സങ്ങളില്ലെന്നും സർക്കാർ കോടതിയെ അറിയിക്കും. അതേസമയം സത്യപ്രതിജ്ഞയ്ക്കായി സുഗതന് ഇടക്കാല മോചനം അനുവദിക്കേണ്ടതില്ലെന്ന നിലപാടും സർക്കാർ സ്വീകരിച്ചിരിക്കുകയാണ്. ഇക്കാര്യം ഹൈക്കോടതിയിൽ സർക്കാർ വ്യക്തമാക്കുമെന്നാണ് വിവരം. സത്യപ്രതിജ്ഞയ്ക്കായി ജയിൽ വിട്ടിറങ്ങേണ്ട സാഹചര്യമില്ലെന്നും നിയമപരമായ നടപടികളിൽ ജയിലിൽ തന്നെ പൂർത്തിയാക്കാനാകുമെന്നുമാണ് സർക്കാരിന്റെ വാദം. സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാനാകുമോ എന്ന് സർക്കാരിനോട് കഴിഞ്ഞ ദിവസം കോടതി ചോദിച്ചിരുന്നു. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ കാപ്പ തടവിൽ നിന്ന് താൽക്കാലികമായി മോചിപ്പിക്കണമെന്ന സുഗതന്റെ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഇക്കാര്യം കോടതി ചോദിച്ചത്. ഇക്കാര്യത്തിൽ തിങ്കളാഴ്ച മറുപടി നൽകാമെന്നാണ് സർക്കാർ ഹൈക്കോടതി അറിയിച്ചത്. കാപ്പ തടവിൽ നിന്ന് സുഗതനെ മോചിപ്പിക്കാൻ നിയമപരമായി കഴിയില്ലെന്ന് സർക്കാർ കോടതി അറിയിച്ചിരുന്നു. ദൈവങ്ങളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതിലാണ് സുഗതനും ഉൾപ്പെട്ടത്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി സുഗതൻ ഇടക്കാല ജാമ്യം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. നേരത്തെ നെടുമങ്ങാട് കോടതി 2 കേസുകളിൽ സുഗതന് ഇടക്കാല ജാമ്യം നൽകിയിരുന്നു. എന്നാൽ കാപ്പ കേസിൽ നിന്ന് ജയിൽ മോചിതനായാൽ മാത്രമേ ഇടക്കാല ജാമ്യം ബാധകമാക്കൂവെന്ന് കോടതി വ്യക്തമാക്കി. മാർച്ചിൽ വള്ളിയൂർക്കാവ് വെള്ളേക്കടവ് ജംഗ്ഷനിൽ വെച്ച് അരുവിപ്പുറം കുളുമല സ്വദേശി പ്രശാന്തിനെ മർദ്ദിച്ച കേസിലും കാപ്പ കേസിൽ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസുകാരെ ആക്രമിച്ച കേസിലുമാണ് സുഗതന് ഇടക്കാല ജാമ്യം ലഭിച്ചത്. അതേസമയം സുഗതന്റെ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് സംസ്ഥാന സർക്കാർ ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന തീരുമാനവും നിർണായകമാകും.